ഹായ്, ഐ ആം വൃന്ദ. മാർച്ച് 28-നായിരുന്നു എൻ്റെ DH എക്സാം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അതിനുള്ള എല്ലാ താങ്ക്സും എനിക്ക് പറയാനുള്ളത് മെഡ്വെഞ്ചർ ടീമിനോടാണ്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് നന്ദി പറയാനുള്ളത് ആൻഡ്രൂ സാറിനോടും അതുപോലെ തന്നെ എൻ്റെ മെന്റർ മറിയ മാമിനോടുമാണ്. ആൻഡ്രൂ സാറിന്റെ എല്ലാ ക്ലാസ്സസും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കാൽക്കുലേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഫാർമക്കോളജി ആണെങ്കിലും കുറച്ചുകൂടി ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സസ് ആയിരുന്നു സാറിൻ്റെത്. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയൽസിൽ നമുക്ക് ഡൗട്ട് ഒക്കെ വരുമ്പോൾ ക്ലിയർ ചെയ്ത് തന്നിരുന്നത് മറിയാം മാം ആയിരുന്നു. ഞാൻ നവംബർ 1-നാണ് ജോയിൻ ചെയ്തത്. പക്ഷെ കൂടുതൽ കാര്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയത് ഫെബ്രുവരി 10-ന് ശേഷമാണ്. പഠിച്ചിരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ക്ലാസ്സസ് എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ മെറ്റീരിയൽ 2-3 തവണ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ഫയൽസ് 2-3 തവണ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ എക്സാമിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സാം കുറച്ച് ടഫ് ആയിരുന്നു. കാൽക്കുലേഷൻസും അതുപോലെ തന്നെ മെഡിസിനൽ കെമിസ്ട്രിയും കുറച്ചധികം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, പഠിക്കുമ്പോൾ നമ്മൾ ഫാർമക്കോളജി മാത്രം നോക്കാതെ എല്ലാം കവർ ചെയ്ത് പഠിക്കാം. മെഡിസിനൽ കെമിസ്ട്രി ആണെങ്കിലും കാൽക്കുലേഷൻ ആണെങ്കിലും ഒക്കെ കവർ ചെയ്ത് പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്താണെങ്കിലും വെച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. നമുക്ക് ഇമ്പോർട്ടന്റ് ഫയൽസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാലേ കുറച്ചെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള മെറ്റീരിയൽ കവർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പഠിക്കുമ്പോൾ മിക്സ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അതായത് ഫാർമക്കോളജി മാത്രം നോക്കാതെ ഫാർമക്കോളജി പഠിക്കുമ്പോൾ തന്നെ മെഡിസിനിലും കൂടെ പഠിക്കുക. അതുപോലെ തന്നെ ഒരു 10 കാൽക്കുലേഷൻസ് ചെയ്യുക, കുറച്ച് കേസസ് നോക്കുക, അങ്ങനെ പഠിക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.